പ്രിയേഷേ എന്താണ് എടാ ഒരു അരമണിക്കൂറോടെ അത് കഴിഞ്ഞാൽ ഫ്രീ ആക്കി തരാം. ഇനി നേരം വയ്ക്കാൻ എൻ്റെ പണിയാ പോവാ. ഈ റൂട്ടിൽ ഓടുന്ന ആകുള്ള ഒരു ബസ്സാ അത്. ഈ ഒന്ന് സമാധാനിക്ക്, ഇതിപ്പോ കഴിയും കേട്ടോ. എന്തെങ്ങനെ ഇതേ ഈ കിഴങ്ങന്മാരോട് പൈസ തരാന്ന് എത്ര തവണ പറഞ്ഞാലും ഉമ്മാര് എന്തേ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. നീ പല്ലവിക്ക് ആ ഡയലോഗ് പറഞ്ഞു കൊടുക്ക്. ആ അതെ അതെ, ഈ വിൻഡോ വഴിയുള്ള നീറോടെ എൻട്രിയിൽ എടുക്കാൻ പോണത്. അപ്പൊ വെപ്പൺസ് ഒക്കെ വേണോ? എടാ ആടെ ഇനി ഒരു 5-8 സീനും കൂടി എടുക്കാൻ ബാക്കിയുള്ളൂ. നിനക്ക് ഇപ്പോഴും എന്താ ഇത്ര കൺഫ്യൂഷൻ? കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതിനകത്ത് സൂപ്പർ പവർ കാണിക്കുന്ന സീനിൽ നമ്മൾ എഴുതി വെച്ചേക്കണത്. ഇതിനകത്ത് എങ്ങനെ കാണിക്കാനാ? ഇത് കുഞ്ഞു ബസ്സല്ലേ? സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചാൽ ഓക്കെ, ഭാരത് ബെൻസിന്റെ 50 സീറ്റ് ഇന്റർസിറ്റി ബസ്. അത് ഞാൻ എഴുതുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഒരു പ്രൊഡ്യൂസർ എഴുതുന്ന വെറുതെ ഞാൻ പ്രതീക്ഷിച്ചു. ഓ ഇപ്പൊ നമുക്ക് ഈ ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എടുക്കാം. ഈ പോയിട്ടൊന്ന് സ്പീഡാക്ക്. വണ്ടിയിലിരിക്കേണ്ട ജൂനിയേഴ്സ് ഒക്കെ സെറ്റാ? അത് ADS-ന്റെ ബിന്ദു വെച്ചെല്ലാം വരും അയൽക്കൂട്ടത്തിലെ. ഓക്കെ ഓക്കെ. നീ പറഞ്ഞ വെപ്പൺ റെഡി. ആ ഇത് മറ്റേ മിക്സിന്റെ ജാറിന്ന് ഉരുടുത്തല്ലേ? അത് ഇത് ബാക്കി രണ്ടും ഞാൻ ഉണ്ടാക്കിയതാ. ഈ സംഭവം ഉണ്ടല്ല, നേരെ ശത്രുക്കളുടെ നേരെ അങ്ങ് ഒറ്റ ഇറങ്ങിറങ്ങിണ്ടല്ല, നേരെ പോയി പോണ്ടങ്ങ് കൊണ്ടോളൂ. പിന്നെ കൊണ്ടില്ലെങ്കിൽ സൂപ്പർ ഹീറോനെ ഓടിച്ചെന്നത് എടുത്തോണ്ട് വരണം. അല്ല, നമുക്ക് കഥയിൽ ഇത് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കയ്യിലേക്ക് വരുന്നതായിട്ടാണ്. അത് വരുത്താ നമുക്ക്. ചെറിയ ടങ്കീസിന്റെ പരിപാടി ഉള്ളൂ പോരെ. എന്നോണ്ട് അതൊക്കെ ഞാൻ ഗ്രാഫിക്സിൽ ചെയ്തോളാം. ചേട്ടന് ഇപ്പൊ ഇതിന്റെ ഒരു 6-7 എണ്ണം കൂടി ഉണ്ടാക്കി. 6 എണ്ണോ? 6-7 മിക്സിംഗ് കൂടെ ഒപ്പിക്കണല്ലോ. പ്രിയേഷേ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞത് ഈ അറിയാത്ത ആൾക്കാരുടെ കടം വാങ്ങരുതെന്ന്. ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ ആ ലോണുകാർ വീട്ടിൽ വന്നിട്ടുണ്ട്. രാവിലെ തുടങ്ങിയതാ ബഹളം വെക്കാൻ. എന്തൊക്കെയാ അവര് പറഞ്ഞു കൂട്ടിയത്? ഈ കാലം വരെയും വീട്ടില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നിനക്കെന്താ? നിനക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രമാണല്ലോ. ഫോൺ അങ്ങോട്ട് ഓഫാക്കി വെച്ചാ പിന്നെ വേറെ ഒന്നും അറിയണ്ട. വീട്ടിലുള്ളവർ അനുഭവിച്ചോളും. അങ്ങനെയാണല്ലോ. എന്തിനാ മോനെ നീ പണി കാണിച്ചത്? വീട്ടിലിരിക്കുന്ന ഞങ്ങളെയും കൂടി ബുദ്ധിമുട്ടിക്കാനാ? നിനക്കൊന്നും പറയാനില്ല പ്രിയേഷേ? അല്ലിമലർവിഴിയിലോ ഞാൻ മയങ്ങി. എണീക്കടാ. ഒരു പരിധിയില്ലേ? ആരന്റെ വീട്ടിൽ കയറി തോന്നിയ ദിവസം കളിക്കാ? അന്റെ ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ച് തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടാവുമ്പോ തരും. അതിന്റെ പേരിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളൊന്ന് തെറി പറഞ്ഞാലുണ്ടല്ലോ, അത് ചെറ്റത്തരാണ്. കടക്ക് പുറത്ത് ഇറങ്ങാൻ. ഞാൻ നിന്റെ അടുത്തുനിന്നല്ല, നീ എന്റെ അടുത്തുനിന്നാണ് കടം വാങ്ങിയത്. അതുകൊണ്ട് കൂടുതൽ ഇളക്കല്ലേ. തിരിച്ചടവ് മുടങ്ങി, പലിശ മുടങ്ങി. ഈ ഷിജുവിനെ അങ്ങനെ പറ്റിച്ച് പൊട്ടനാക്കാൻ നോക്കണ്ട. ഞാൻ പുറകെ വരും കേട്ടാ. ഷിജു എന്നല്ലേ പേര്? ഷിജു ബ്രോ, എനിക്കൊരു ഇത്തിരി സാവകാശം വേണം. അധികമൊന്നും വേണ്ട, ഒരു 2 ആഴ്ച. അപ്പോഴേക്കും എൻ്റെ സിനിമ ഒന്ന് ലെവലാവും. ആ ഒരു സമയം പ്ലീസ്. ഒരാഴ്ച, ഒറ്റാഴ്ച. ഓക്കെ. ഇനി അടവും കാലാവധി ഒന്നും ഉണ്ടാവില്ല. മൊത്തം എനിക്ക് റൗണ്ട് ആക്കിയിട്ട് 2 ലക്ഷം കിട്ടണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരും കേട്ടാ. പീയൂഷേ കളപ്പന്നി എൻ്റെ അടുക്ക് മോനെ. വൈകിയാ നമ്മളെ പരിപാടി മൊത്തം താളം തെറ്റൂട്ടോ. നാളത്തേക്ക് തീരൂല. വേഗം വരാൻ നോക്ക്. പോയതാ. ഇനി പൈസ കൊടുത്തത് പോരാഞ്ഞിട്ടാണോ? അതിന് നമ്മളൊന്നും കൊടുത്തില്ലല്ലോ. അയാളൊരു 10-15 മിനിറ്റ് കൂടെ കാത്തുനിന്ന്, പിന്നെ ലൈനൗട്ടുണ്ടെന്ന് പറഞ്ഞ അയാളങ്ങ് പോയി. അതെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എനിക്ക് കുറച്ച് സമയം താ. ഞാൻ ഈ ബസ്സിന്റെ വിൻഡോ പോലെ ഒരു സാധനം കൂടെ സെറ്റ് ചെയ്ത് തരാം. ഒരു ബസ്സിന്റെ ചായ കിട്ടിയാ പോരെ? നിങ്ങൾ ബാക്കി പരിപാടി നോക്കിയോ. സംഭവം ഞാൻ സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഇത് മാത്രം ചോദിക്കാനുള്ളൂ. പിന്നെ ഫോൺ കിട്ടി. സതീഷിന്റെ ഫോൺ എടുത്ത് കാര്യം പറഞ്ഞ പുള്ളി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് വെച്ച്. അപ്പൊ എന്റെ നമ്പറിന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് സതീഷന്റെ ഫോൺ ബിസി. നമ്മുടെ ആൽബം ചെയ്ത എല്ലാ പ്രൊഡ്യൂസർമാരെ ഞാൻ വിളിച്ച്. ഫണ്ട് കിട്ടാനായിട്ട് ഞാൻ നോക്കിയിട്ട് രക്ഷയില്ല. എടാ, നിന്റെ ബാർബർ ഷോപ്പ് പണയം വെച്ചാലോ? കട പാർട്ട്ണർഷിപ്പിലാണ്. എൻ്റെ ആദ്യ ആൽബം കൽബിലെ മഞ്ചത്തിൻ്റെ പ്രൊഡ്യൂസറും ഞങ്ങളും.
മൂപ്പരെയാണ് 80% ഫണ്ടും. മൂപ്പര് മരിച്ചതിന് ശേഷം ഭാര്യ നോക്കുന്നത്. അവർ സമ്മതിക്കില്ല. അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണോ? കോ പ്രൊഡ്യൂസർ ആക്കാന്ന് പറ. എടാ നിന്റെ ആ മലർ ബാബിനൊന്ന് മുട്ടി നോക്കിയാലോ നടക്കൂ? ആ പിന്നെ അറബിയുടെ മേശവലിപ്പിന്ന് വഴിച്ചെലവിന് കുറച്ച് കാശെടുത്തേനെ പോലീസ് കംപ്ലൈന്റ് ചെയ്ത ആളാ. അതിന്റെ പേരിൽ എക്സിറ്റ് അടിച്ചു വിട്ടു. ഇനി അങ്ങോട്ട് പോകാനും പറ്റൂല. അപ്പൊ നീ അറബിയുടെ കാശടിച്ചോണ്ട് വന്നാണോ? അതെ നമുക്ക് ലൈറ്റ് പോകുന്നുണ്ട്. റിഹേഴ്സൽ നോക്കിയാലോ?